അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എട്ടാം ക്ലാസ്സിലെ ഫിഖ്ഹ് മൂന്നാമത്തെ പാഠം അത്വഹാറത്തു ശുദ്ധീകരണം. ഖാല തആല അല്ലാഹു തആല പറഞ്ഞു, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ. വഅൻസൽനാ നാം ഇറക്കി മിനസ്സമാഇ ആകാശത്ത് നിന്ന് മാഅൻ തഹൂറ തഹൂറായ വെള്ളം. അപ്പോൾ ആകാശത്ത് നിന്ന് തഹൂറായ വെള്ളത്തെ നാം ഇറക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആയത്തൊക്കെ എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വെക്കണം. ഇത് പരീക്ഷയ്ക്കൊക്കെ വരാറുണ്ട്, ചോദിക്കാറുണ്ട്, പല രൂപത്തിൽ ചോദിക്കും. പൂരിപ്പിക്കാനും അർത്ഥങ്ങളൊക്കെ ആയിട്ട് ചോദിക്കും. ഇനി അടുത്തത് ഒരു ഹദീസാണ്. വഫീഹി റിജാലൻ യുഹിബ്ബൂന അൻ യതത്വഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ഇതും ആയത്ത് തന്നെയാണ്. അപ്പോൾ രണ്ടാമത് ഒരു ആയത്തും കൂടിയാണ്. പരിശുദ്ധി നേടാൻ ഇഷ്ടപ്പെടുന്ന ചില പുരുഷന്മാരുണ്ട് ആ പള്ളിയിൽ. പരിശുദ്ധി നേടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. കാരണം എവിടെയും ശുദ്ധിയെ പറ്റി പറഞ്ഞു, ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അള്ളാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. തൗബ സൂറത്തിൽ 108. ആദ്യത്തേത് ഫുർഖാൻ, സൂറത്തുൽ ഫുർഖാനിലെ 18-ാമത്തെ ആയത്താണ്. ഇനി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തഹൂരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുദ്ധിയില്ലാതെ ഒരു നിസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല. ലാ തുഖ്ബലു സ്വലാത്തുൻ, ഒരു നിസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല ബിഗൈരി തുഹൂരിൻ, ശുദ്ധി കൂടാതെ. ശുദ്ധി എന്ന് വെച്ചാൽ എന്താണ്? അത്വഹാറത്തു റഫ്ഉൽ മൻഇൽ മുത്തറത്തിബി അലൽ ഹദസി അവിൽ ഖുബുസീന. ശുദ്ധി എന്ന് പറഞ്ഞാൽ മാലിന്യമോ അല്ലെങ്കിൽ അശുദ്ധിയോ തുടർന്ന് ഉണ്ടായിത്തീരുന്ന തടസ്സത്തെ നീക്കലിനാണ് ശുദ്ധി എന്ന് പറയുക. അതായത് മാലിന്യം അല്ലെങ്കിൽ അശുദ്ധി എന്നിവയെ തുടർന്ന് ഉണ്ടായിത്തീരുന്ന തടസ്സങ്ങളെ നീക്കലാണ്, തടസ്സത്തെ നീക്കലിനാണ് എന്ത് പറയുക? ശുദ്ധി എന്ന് പറയുക. അല്ലേ? നമ്മളിപ്പോൾ ഒളു ചെയ്യാനുള്ള ആൾ ഒളു എടുക്കണം. ഇപ്പോൾ മാലിന്യം അല്ലെങ്കിൽ എന്താണ്, നജസ്സുള്ള ആൾ എന്ത് ചെയ്യുക? അത് നജസ് കഴുകി കളയണം. അപ്പോൾ നജസ് ഉള്ളപ്പോഴും അശുദ്ധി ഉള്ളപ്പോഴും എന്താകാൻ പറ്റില്ല, അതൊരു തടസ്സമാണ് നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ മാലിന്യം അല്ലെങ്കിൽ അശുദ്ധി എന്നിവയെ തുടർന്ന് ഉണ്ടായിത്തീരുന്ന തടസ്സങ്ങളെ നീക്കലാണ് ശുദ്ധി. വൽ ഹദസു നൗആനി അസ്ഗറു അക്ബറു. അശുദ്ധി 2 ഇനമാണ്. എന്താ, നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മൾ 3 മുതൽ പഠിക്കുന്നതാണ്. എന്താണ്? വൽ ഹദസു നൗആനി, അശുദ്ധി 2 വിധം. അസ്ഗറു ഒന്ന് ചെറുത്, അക്ബറു വലിയ അശുദ്ധി, ചെറിയ അശുദ്ധി എന്നിങ്ങനെ 2 വിധമാണ്. ഫത്തഹാറത്തു അനിൽ അസ്ഗരി അൽ വുളൂഉ, അപ്പോൾ ചെറിയ അശുദ്ധി എന്നുള്ള ശുദ്ധീകരണമാണ് വുളൂ. വാനിൽ അക്ബരി, വലിയ അശുദ്ധിയെ തൊട്ടുള്ള ശുദ്ധീകരണമാണ് അൽ ഗുസ്ലു കുളി. വൽ ഖുബുസു അൻ നജസു, മാലിന്യം എന്നാൽ അത് നജസ്സാണ്. വൽ ഖുബുസ് എന്ന് പറഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കണം, ഖുബുസിൻ്റെ അർത്ഥമാണ് അൻ നജസ് എന്ന്. നജസ് എന്ന് പറയാം, ഖുബുസിന് നജസ് എന്ന് പറയാം. അപ്പോൾ അത് പൂരിപ്പിക്കാനും അർത്ഥം പറയാനും ചേരുംപടി ഇറക്കാനൊക്കെ ആയിട്ട് വരും. അത് ശ്രദ്ധിച്ച് വെക്കണം. പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്, പല പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർക്കും. എന്താണ് നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. അവിടെ ആ അർത്ഥം നിങ്ങൾ ചിലപ്പോൾ ചിലർ മനസ്സിലാക്കി വെക്കും, പെട്ടെന്ന് കിട്ടുക അതായിരിക്കും. ആ അർത്ഥമല്ല ഇവിടെ ഖുബുസ് എന്ന് പറഞ്ഞാൽ. ഖുബുസിൻ്റെ അർത്ഥം നജസ് എന്നാണ്, അല്ലാതെ ആൺപിശാച്ച് എന്നോ പെൺപിശാച്ച് എന്നൊന്നും അല്ല അർത്ഥം. അത് ശ്രദ്ധിക്കാം. ഇനി നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ഒന്നാമത്തെ ഇത് പറഞ്ഞല്ലോ, അതിൽ ചില അർത്ഥങ്ങൾ നോക്കാം. റിജാലിൻ്റെ പുരുഷന്മാരെന്ന സമാവൻ ആകാശം. റഫുൽ മൻ എന്ന് പറഞ്ഞാൽ തടസ്സം നീക്കുക. ഖുബുസ് എന്ന് വെച്ചാൽ മാലിന്യം. ത്വഹാറത്ത് എന്നാൽ എന്ത്? ചോദ്യങ്ങൾ പറയാം. ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് വന്നാൽ അശുദ്ധിയിൽ നിന്ന് എങ്ങനെയാണ് ശുദ്ധിയാവുന്നത്? ശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പഠിച്ച ആയത്തും ഹദീസും എഴുതുക, അത് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗം, അടുത്ത ഹെഡിങ് അൽ മാ ഉൽ മുത്ലഖു, മുത്ലഖായ വെള്ളം. മുത്ലഖായ നിരുപാധിക വെള്ളം. യുസ്തർത്തുലി കുല്ലി ത്വഹാറത്തിൻ മാഉൻ തഹൂർ, എല്ലാ ശുദ്ധീകരണത്തിനും തഹൂറായ വെള്ളം ഷർത്താക്കപ്പെടും. അപ്പോൾ ശുദ്ധീകരിക്കാൻ തഹൂറായ വെള്ളം വേണം. തഹൂറായ വെള്ളം എന്ന് വെച്ചാൽ എന്താ? വഹുവ ത്വാഹിറു ഫി നഫ്സിഹി വൽ മുത്തഹിറു ലിഗൈരിഹി. സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധീകരിക്കുന്നതുമാണ് തഹൂറായ വെള്ളം. സ്വയം ശുദ്ധീകരിക്കുന്നതും, സ്വയം ശുദ്ധിയുണ്ട്, മറ്റുള്ളതിനെ ശുദ്ധീകരിക്കുന്നതുമാണ്. ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമായ വെള്ളത്തിനാണ് എന്താ പറയുക, ത്വാഹിർ എന്ന് പറയുക. അത് അതിൻ്റെ നിർവചനം പഠിച്ചു വെക്കാം. എന്താണ് ത്വാഹിർ? വഹുവ ത്വാഹിറു ഫി നഫ്സിഹി വൽ മുത്തഹിറു ലിഗൈരിഹി.
വയുഖാലു ലഹുൽ മാവുൽ മുത്തലഖ്, അതിന് മുത്തലക്കായ വെള്ളം എന്ന പേര് പറയപ്പെടും. വഹുവമായ യഖു അലൈഹി ഇസ്മുൽ മായി, എന്താ മുത്തലക്കായ വെള്ളം എന്ന് വെച്ചാൽ എന്താണ്? വഹുവ അത് മാവൊന്നാണ്, യഖു അലൈഹി ഇസ്മുൽ മായി ബിലാ ഖൈദിൻ, ഒരു ബാധയും കൂടാതെ വെള്ളമെന്ന പേര് അതിൻ്റെ മേൽ സംഭവിക്കും. അതിനെപ്പറ്റിയാണ് മുത്തലക്കായ വെള്ളം എന്ന് പറയുക. ഏതുപോലെ? മായിൽ ബഹരി, കടലിലെ വെള്ളം. അപ്പോൾ മായിൽ മത്തരി, മഴവെള്ളം പോലെ. അപ്പോൾ തഹൂറായ വെള്ളത്തിന് മുത്തലക്കായ വെള്ളം എന്നും പേര് പറയപ്പെടും. മഴവെള്ളം, കടൽ വെള്ളം എന്നിവ പോലെ ഒരു ഉപാധിയും കൂടാതെ വെള്ളമെന്ന് പറയുന്നതാണ് മുത്തലക്കായ വെള്ളം. അപ്പോൾ മുത്തലക്കായ വെള്ളം എന്നാൽ എന്തെന്ന് ചോദ്യം വരും? തഹൂറായ വെള്ളത്തിന് മറ്റൊരു പേരെന്താണെന്ന് ചോദ്യം വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ കടലിലെ വെള്ളം, അപ്പോൾ കടൽ ആ സ്ഥലത്തേക്ക് ചേർത്തിട്ടാണ് കടലിലെ വെള്ളം എന്ന് പറയുക. അല്ലാതെ നമ്മൾ പനിനീർ വെള്ളം, നാരങ്ങ വെള്ളം എന്നതുപോലെ അല്ലല്ലോ ഇത്. അത് നിരുപാധിക വെള്ളമാണ്, അത് കൈതില്ല. അതിന് ഉപാധി ഇല്ലാത്ത വെള്ളത്തിനാണ് എന്താ പറയുക? മുത്തലക്കായ വെള്ളം എന്ന് പറയും. ബി ഖിലാഫി നഹ്വി ഷായി, കണ്ട, ബി ഖിലാഫി നഹ്വി ഷായി, ചായ പോലുള്ളതല്ല, ചായ പോലുള്ളതിനെതിര് അതിന് ഉപാധിയുണ്ട്, ഉപാധിയോടുകൂടി ആ വെള്ളം എന്ന് പറയാം. ചായ വെള്ളം എന്നല്ല പറയാം. ഫലായിക്ക് ഫിൽ മുത്തനജിസു വലൽ മുത്തഗയ്യിറു വലൽ മുസ്താമൽ, അപ്പോൾ മുത്തനജിസോ മുത്തഗയ്യിറായ വെള്ളമോ മുത്തനജിസായ വെള്ളമോ മുസ്താമലായ വെള്ളമോ മതിയാവുകയില്ല. എന്താണ് അഥവാ? അപ്പോൾ മുത്തനജിസായ വെള്ളമോ പകർച്ചയായ വെള്ളമോ ഉപയോഗിക്കപ്പെട്ട വെള്ളമോ ശുദ്ധീകരണത്തിന് മതിയാവുകയില്ല. അപ്പം ഇനി മുത്തഗയ്യിറിനെ പറ്റി പറഞ്ഞപ്പോൾ പറയാണ്, എന്താണ് മുത്തഗയ്യിറെന്ന് വെച്ചാൽ? പകർച്ച. എങ്ങനെ പകർച്ചയാകണം? അമ്മൽ മുത്തഗയ്യിറു തഗയ്യുറൻ ഖലീലൻ, അപ്പോൾ അല്പം പകർച്ചയായത്. ബി മുഖാലത്തിൻ ത്വാഹിരിൻ, ത്വാഹിറുള്ള വസ്തു കലങ്ങിച്ചേരുന്നത് കൊണ്ട്, ഉടഞ്ഞു ചേരുന്നത് കൊണ്ട് അല്പം പകർച്ചയാകൽ. യുംകിനു സൗനിൽ മാ ഇ അൻഹു, ആ താഹിറിനെ തൊട്ട് വെള്ളത്തെ സൂക്ഷിക്കൽ സൗകര്യമാകും. അങ്ങനത്തെ ശുദ്ധിയുള്ള കലങ്ങിച്ചേരുന്ന വസ്തു കൊണ്ട് കുറഞ്ഞ വെള്ളം പകർച്ചയാകൽ. കൽമിതാദി, അതിനേതുപോലെ? മഷി പോലെ. ഫലായതുർ, അപ്പോൾ അത് ബുദ്ധിമുട്ടില്ല. അതാണ്. അപ്പോൾ മഷി പോലെ വെള്ളത്തെ സംരക്ഷിക്കാൻ സൗകര്യമാകുന്ന ശുദ്ധിയുള്ള കലങ്ങിച്ചേരുന്ന വസ്തു കൊണ്ട് കുറഞ്ഞ പകർച്ചയാകൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മഷി മറ്റു സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാമല്ലോ. അതുപോലെ സാധനങ്ങൾ വെള്ളത്തെ അതിൽ നിന്ന് സംരക്ഷിച്ച് നിർത്താൻ സൗകര്യമാണ്. അങ്ങനത്തെ വസ്തു കൊണ്ട്, അങ്ങനത്തെ ശുദ്ധിയുള്ള കലങ്ങിച്ചേരുന്ന വസ്തു കൊണ്ട് കുറഞ്ഞ പകർച്ചയാകൽ ബുദ്ധിമുട്ടില്ല. വെള്ളത്തിന് കുറഞ്ഞ പകർച്ച കുഴപ്പമില്ല. അതുപോലെ തന്നെ വക്കദാ തഗയ്യുറുൻ കസീറുൻ ബി മുഖാലിത്തിൻ ലാ യുംകിനു സൗനുൽ മായി അൻഹു കതീനിൻ വ തുഹലബിൻ, ഇപ്രകാരം തന്നെയാണ് അധികരിച്ച പകർച്ചയും. ബി മുഖാലിത്തിൻ, എന്താണ്? കൂടി കലരുന്ന വസ്തു കൊണ്ടുള്ള. എങ്ങനത്തെ? ബി മുഖാലിത്തായ വെള്ളം. മുഖാലിത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നേരത്തെ പറഞ്ഞത് മുഖാലിത്ത് തന്നെയാണ്. ഇവിടെ മുഖാലിത്തിന് കൂടി കലരുന്ന അധിക പകർച്ചയും കുഴപ്പമില്ല. എങ്ങനത്തെ കൂടി കലരുന്ന വസ്തുവാണ്? ലായുംകുനു സൗനുൽ മായി അൻഹു, വെള്ളത്തെ അതിനകത്തോട്ട് സൂക്ഷിക്കാൻ സൗകര്യമാകൂല. കീനിൻ, മണ്ണ്. വ തുഹലബിൻ, എന്താണ്? പായൽ. പായൽ. അതുപോലെ തന്നെ മണ്ണ് പോലെയുള്ള വെള്ളത്തെ സംരക്ഷിക്കാൻ സൗകര്യമാകാത്ത കൂടിക്കലർന്ന അധിക പകർച്ചയും കുഴപ്പമില്ല. അതുപോലെ തന്നെ തൂലി മുക്സിൻ, മുക്സ് അധികരിക്കൽ കൊണ്ടും. മുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാലം കിടന്നുകൊണ്ട് പകർച്ചയായി വെള്ളം. ഔബി ഔറാഖിൻ മുതനാസിറ, അല്ലെങ്കിൽ കൊഴിഞ്ഞു വീണ ഇലകൾ കൊണ്ടുള്ള പകർച്ചയും. ഔബി മുജാവിരിൻ, അല്ലെങ്കിൽ എന്താണ്? കൂടി കലരാത്ത വസ്തു കൊണ്ടുള്ള പകർച്ച. കതുഹുനി, എണ്ണ പോലെ. അതും എന്തില്ല? കുഴപ്പമില്ല. ഇപ്രകാരം തന്നെ ദീർഘകാലം കെട്ടിക്കിടന്നത് കൊണ്ടോ കൊഴിഞ്ഞു വീണ ഇലകൾ കൊണ്ടോ അല്ലെങ്കിൽ എണ്ണ പോലെയുള്ള കൂടിക്കലരാത്ത വസ്തു കൊണ്ടോ അധിക പകർച്ചയും കുഴപ്പമില്ല. ഇതൊന്നും നമുക്ക് എന്താണ്? സംരക്ഷിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. മുജാവിറാമോ എണ്ണ പോലത്തെ എന്താ? വേർപെട്ട് എടുക്കണമല്ലോ, അപ്പോൾ അത് കുഴപ്പമില്ല, വെള്ളത്തെ അത് പകർച്ചയാക്കുന്നില്ല. അപ്പോൾ ഇനി ചോദ്യങ്ങൾ. നിസ്കാരത്തിന് ഷർത്തുകൾ 5 എണ്ണം. അത് ഏതൊക്കെയാണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച തഹൂറായ വെള്ളം എന്ന് വെച്ചാൽ അതിപ്പോൾ ഇവിടെ വന്നാൽ. ഇനി കുറഞ്ഞ പകർച്ച കുഴപ്പമില്ല എപ്പോൾ, കൂടുതൽ പകർച്ച കുഴപ്പമില്ല എപ്പോൾ. അപ്പോൾ ഇത് നല്ലോണം വായിച്ചു നോക്കി അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതാം. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ഷർത്തുകൾ ഏതൊക്കെയെന്ന് അറിയില്ലേ? എന്താണ്? അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വരുത്തണം, നജസിൽ നിന്ന് ശുദ്ധി വരുത്തണം. 1 അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വരുത്തുക, 2 നജസിൽ നിന്ന് ശുദ്ധി വരുത്തുക, 3 ഔറത്ത് മറക്കുക, 4 സമയമായെന്നറിയുക, 5 ഖിബിലക്ക് മുന്നിടുക. അല്ലേ? നിസ്കാരത്തിൻ്റെ 5 ഷർത്തുകൾ. പിന്നെ ഇനി നമുക്കതിലെ വാക്കുകൾ നോക്കാം. ത്വാഹിറിന് ശുദ്ധിയുള്ളത്, ഖൈദ് ഉപാധി, മുസ്താമൽ ഉപയോഗിച്ചത്, ബഹർ കടൽ, മുത്തഗയ്യിർ പകർച്ചയായത്, പീന് മണ്ണ്, സൗന് സൂക്ഷിക്കുക, മിതാദ് മഷി, ഔറാഖൻ
ഇലകൾ, മുത്തനാസറത്തും കൊഴിഞ്ഞു വീണത്, മുജാവിറും ലയിച്ച് ചേരാത്തതെന്നാണ്. ദുഹുന് എണ്ണയാണ്. മാവുൽ മുത്തലക്ക് നിരുപാധിക വെള്ളം, ബിലാഖൈദിന് ഉപാധിയില്ലാതെ. ചായ എന്ന് വെച്ചാൽ ചായ, മുഖാലിത്ത് ലയിച്ച് കലർന്നത്. ഇനി നമുക്ക് അടുത്ത എന്താണ് ഹെഡിങ് നോക്കാം. അൽ മാ ഉൽ മുത്തനജിസു, മുത്തനജിസായ വെള്ളം ഏതാണ്? മുത്തഗയ്യിറ പറഞ്ഞു. ഇനി മുത്തനജിസ് എന്ന് വെച്ചാൽ എന്താണ്? മുത്തനജിസായ വെള്ളം. അൽ മാവു ഇതാ ബലഗ ഖുല്ലത്തൈനി ഫഹു കസീറൻ വഇല്ല ഫഹു ഖലീൽ. അൽ മാവു വെള്ളം ഇതാ ബലഗ ഖുല്ലത്തൈനി, അത് 2 കുല്ലത്ത് എത്തിയാൽ, 2 കുല്ലത്ത് ഉണ്ടെങ്കിൽ ഫഹു കസീറൻ, ആ വെള്ളത്തെ പറ്റി അധിക വെള്ളം എന്ന് പറയാം. വയില്ല അങ്ങനെ അല്ലെങ്കിലോ ഫഹു ഖലീലുൻ, അത് കുറഞ്ഞ വെള്ളമാണ്. അപ്പോൾ കൂടുതൽ വെള്ളം കുറഞ്ഞ വെള്ളം എന്നൊക്കെ എങ്ങനെ പറയാം? 2 കുല്ലത്തുണ്ടെങ്കിൽ കൂടുതൽ വെള്ളമാണ്, 2 കുല്ലത്തില്ലെങ്കിലോ കുറഞ്ഞ വെള്ളം. അപ്പോൾ കുല്ലത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇനി കുല്ലത്ത് എന്താണെന്ന് പറയും. വൽ കസീറു ലാ യൻജുസു ബി മുലാഖാത്തി നജസിൻ ഇല്ലം യതഗയ്യർ ബിഹി. വൽ കസീറു അധിക വെള്ളം, ലാ യൻജുസു അത് നജസാകൂല, ബി മുലാഖാത്തി നജസിൻ നജസ് ചേരൽ കൊണ്ട് അതെന്താകൂല, നജസാകൂല. ഇല്ലം യതഗയ്യർ ബിഹി അധിക വെള്ളം എന്താണ്? പകർച്ചയായിട്ടില്ലെങ്കിൽ അത് നജസാകൂല. അധിക വെള്ളത്തിലേക്ക് നജസ് ചേർന്നു എന്നതുകൊണ്ട് മാത്രം അത് നജസാകൂല. പക്ഷേ വെള്ളം അതുകൊണ്ട് പകർച്ചയാണെങ്കിൽ അത് നജസാകും. വൽ ഖലീലു, അപ്പോൾ കുറഞ്ഞ വെള്ളം, യൻജുസു ബി മുലാഖാത്തി നജസിൻ നജസ് ചേരൽ കൊണ്ട് മാത്രം കൊണ്ട് തന്നെ അത് നജസാകും. വൈലം യതഗയ്യർ അത് പകർച്ചയായിട്ടില്ലെങ്കിലും. അപ്പോൾ അത് നമ്മൾ വ്യത്യാസം അതാണ്. കുറഞ്ഞ വെള്ളവും കൂടുതൽ വെള്ളവും നജസ് ചേർന്നാൽ എങ്ങനെ പകർച്ചയാകാം? കൂടുതൽ വെള്ളം ആ നജസ് കൊണ്ട് പകർച്ചയായാൽ അത് നജസാണ്. ഇനി കുറഞ്ഞ വെള്ളത്തിൽ പകർച്ചയായിട്ടില്ലെങ്കിലും നജസ് ചേർന്നാൽ തന്നെ അത് നജസാകും. ഫൈൻ കസുറ ബിലാ തഗയ്യുരിൻ ഫതഹൂർ. ഇനി കുറഞ്ഞ വെള്ളം, ഇപ്പം നമ്മൾ പറഞ്ഞു കുറഞ്ഞ വെള്ളം നജസ് മുട്ടിയപ്പോൾ നജസായി. ഇനി അത് അതിനെ അധികരിപ്പിച്ചു, അതിങ്ങനെ അധികമായി, അത് ഒരുപാട് വേറെ വെള്ളം ചേർത്തത് കൂടിയാലോ? അതാ പറഞ്ഞാൽ അതിൽ പകർച്ചയൊന്നും ഇല്ല എങ്കിൽ ഫതഹൂർ, അപ്പോൾ ശുദ്ധിയാണ്. അതാ പറഞ്ഞാൽ ഫൈൻ കസുറ ബിലാ തഗയ്യുരിൻ ഫതഹൂറൻ. അപ്പോൾ കുറഞ്ഞ വെള്ളം പകർച്ചയില്ലാതെ അധികരിച്ചാൽ അത് ശുദ്ധിയുള്ളതാണ്. വ തഗയ്യുറുൽ മുഅസ്സിറു ഹുവ തഗയ്യുറു തഅമിഹി ഔ റീഹിഹി ഔ ലൗനിഹി. ഇനി എന്താണ് ഫലം വരുത്തുന്ന പകർച്ച? ഏതാണ് ഈ പകർച്ചയുടെ ഉദ്ദേശം? അത് എന്താണ്? ഒന്ന് വെള്ളത്തിൻ്റെ രുചി വ്യത്യാസം, ഔ രീഹി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വെള്ളത്തിൻ്റെ വാസന വ്യത്യാസം, ഔ ലൗനി അല്ലെങ്കിൽ അതിൻ്റെ നിറം പകർച്ചയാകലാണ്. അപ്പോൾ ഈ 3-1 പകർച്ചയായ വെള്ളത്തിൻ്റെ ആ പകർച്ചയെ പറ്റി അത് ഫലം വരുത്തുന്ന പകർച്ചയാണ്. വൽ കുല്ലത്താൻ ബിൽ വസിനി 191 കിലോഗ്രാമാണ്. 2 കുല്ലത്ത് എന്ന് വെച്ചാൽ എത്രയാണ്? കിലോഗ്രാം, കിലോക്ക് കണക്കനുസരിച്ച് 191 കിലോഗ്രാമാണ്. വബിൽ കൈലി, ഇനി അളവിലാണെങ്കിലോ 190 ലിറ്ററാണ് തഖരീബൻ, ഏകദേശം 191 ലിറ്റർ, ഏകദേശം 191 ലിറ്റർ. അത് രണ്ടും നമ്മൾ വ്യത്യാസം അതാ, ഇത് ഏകദേശമാണ് അല്ലേ. വബിൽ മിസാഹത്തി, ഇനി അളവ് വെച്ച് നോക്കുമ്പോഴോ, മിസാഹത്ത് കൊണ്ടോ കോലളവ് കൊണ്ടിട്ടോ, അത് ഫിൽ മുറബ്ബഇ, അത് ചതുരപാത്രത്തിലാണെങ്കിൽ ദിറാഉൻ 1 മുഴവും, വറുബുവൻ 1 മുഴത്തിൻ്റെ 4/1 അത് തന്നെ തൂലം വ അർലൻ വ ഉംഖ, നീളത്തിലും ആഴത്തിലും വീതിയിലും ആഴത്തിലും. അപ്പോൾ കോലളവിൽ ചതുരപാത്രത്തിൽ നീളം വീതിയും ആഴവും 1 മുഴവും അതിൻ്റെ 4/1, അതായത് 1.25 മുഴം, 1.25 മുഴമാണ്. 1.25 മുഴം നീളവും 1.25 മുഴം വീതിയും 1.25 മുഴം ആഴവുമുള്ള പാത്രമാണ് ചതുരപാത്രം. ഇനിയോ 1.25 മുഴം എന്ന് ഇപ്പോഴത്തെ സെൻറ്റിമീറ്റർ അളവിൽ 54 സെൻറ്റിമീറ്ററാണ് ഉണ്ടാവുക. അതവിടെ വിഷയം പറഞ്ഞതാണ് 54 സെൻറ്റിമീറ്റർ. വഫിൽ മുദബരിന് വട്ടപാത്രത്തിലാണെങ്കിലോ ദിറാഉൻ 1 മുഴം അർലം, 1 മുഴം ആഴം വേണം. വ ദിറാആനി വ നിസ്ഫൻ 2.5 മുഴം ഉംഖൻ. ദിറാഉൻ അർലൻ വട്ടത്തിലാണ് കേട്ടോ, വട്ടം 1 മുഴം, വീതി വട്ടം വെച്ചാൽ വീതി. ഇനി വ ദിറാആനി വ നിസ്ഫൻ 2 മുഴവും അതിൻ്റെ അരയും, ഉംഖൻ ആഴം. അങ്ങനത്തെ മനസ്സിലാക്കി വെക്കുക. അതായത് ഇനി സെൻറ്റിമീറ്റർ അളവിലേക്ക് മാറ്റിയ വീതി 43.2 സെൻറ്റിമീറ്റർ, ആഴം 108 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ ഇന്നത്തെ ചില വാക്കുകൾ: മുലാഖാത്തിൽ സ്പർശിക്കുക, ചേരുക. തഗയ്യുറ വെച്ചാൽ രൂപമാറ്റം സംഭവിച്ചു, ഗുണമാറ്റം സംഭവിച്ചു. മുഅസ്സിറൻ പരിഗണനീയമായത്, ഫലം വരുത്തുന്നതെന്ന്. താഴ്മ രുചി, രീഹ് വാസന, ലൗന് നിറം, മിസാഹത്ത് കോലളവ്. ഇതാ ബല കുല്ലത്തേഞ്ച് 2 കുല്ലത്തായാൽ, മാൻ കസീറിൻ കൂടുതൽ വെള്ളം, വസിന് തൂക്കം, കൈല് അളവ്, മുറബ്ബ് ചതുരാകൃതി, മുദവന് വൃത്താകൃതിയാണ്. ചോദ്യം: 1 അധിക വെള്ളം എന്നാൽ എത്രയാണ്?
അത് എത്ര കിലോ ഉണ്ട്, എത്ര ലിറ്റർ ഉണ്ട്, ചതുരാകൃതി പാത്രത്തിൻ്റെ കോലളവ് എത്ര, സെൻറ്റിമീറ്റർ അളവ് എത്ര. ഇനി അതൊന്നും പാഠത്തിൽ പറയാത്തത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ വൃത്താകൃതി പാത്രത്തിൻ്റെ കോലളവ് എത്ര, സെൻറ്റിമീറ്റർ അളവ് എത്ര. 2 കുറഞ്ഞ വെള്ളം നജസാകും എങ്ങനെ, കൂടുതൽ വെള്ളം നജസാകും എങ്ങനെ, നജസായ കുറഞ്ഞ വെള്ളം തഹൂറാകും എപ്പോൾ, പരിഗണനീയമായ ഗുണവ്യത്യാസം ഏതാണ്. ഇനി ഇവിടെ NB2 പറഞ്ഞ ബോർഡിൽ ചിത്രീകരിച്ച ചതുരാകൃതിയിലുള്ള പാത്രത്തിൻ്റെ വൃത്താകൃതിയിലുള്ള പാത്രത്തിൻ്റെ രൂപങ്ങൾ വരച്ച് അതിൻ്റെ സെൻറ്റിമീറ്ററിലേക്ക് എഴുതി കാണിക്കും. അത് അന്നത്തെ ക്ലാസ്സിൽ അടയാളപ്പെടുത്തിയതാണ്. ഇനി നമുക്ക് അടുത്ത ഹെഡിങ്, ഈ പാഠത്തിൻ്റെ അവസാനത്തെ ഹെഡിങ് ആണ് അൽ മാ ഉൽ മുസ്താമലു, ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്ന് വെച്ചാൽ ഏതിനാ പറയുക? ഇന്നമായ സുബത്ത് ഹുക്മുൽ ഇസ്തിമാലി, ഉപയോഗിച്ച വെള്ളം എന്ന വിധി സ്ഥിരപ്പെടും ബി അർബാത്ത് ഷുറൂത്ത്, 4 നിബന്ധനകൾ കൊണ്ടാണ് ഉപയോഗിക്കപ്പെടുക എന്ന വിധി സ്ഥിരപ്പെടുക. അല്ല പോലും ഒന്നാമത്തേത് എന്താണ്? കൗനുൽ മായി ദൂനൽ കുല്ലത്തൈനി, വെള്ളം 2 കുലത്തിൽ കുറവാകണം. വസാനി, രണ്ടാമത് ഇസ്തിമാലു ബി ഫർള്, രണ്ടത് ഫർളിൽ ഉപയോഗിക്കുക. 2 ഷർത്ത് പറഞ്ഞിട്ടാ. 1 2 കുലത്തെ വെള്ളത്തിൽ താഴെ ആയിരിക്കണം, 2 ഫർളിൽ ഉപയോഗിച്ചതാകണം. അപ്പോൾ ഇനി ഒരു ചോദ്യം, ഫലവ് ജൂമിയൽ മുസ്താമലു, ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടി, അങ്ങനെ പല കുല്ലത്തേന് 2 കുലത്തെത്തി. ഔ കാന മുസ്താമല ഫി നഫ്ലിൻ കൽ വസത്തി സാനിയ, അല്ലെങ്കിൽ ആ വെള്ളം സുന്നത്തിലാണ് ഉപയോഗിക്കപ്പെട്ടത്, ഏതുപോലെ രണ്ടാമത്തെ കഴുകൽ പോലെ. ഇപ്പോൾ തഹൂർ, അപ്പോൾ ആ വെള്ളത്തിനെ പറ്റി ശുദ്ധിയുള്ളതെന്ന് പറയാം. സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം അതാണ്. അപ്പോൾ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളത്തെ ഒരുമിച്ച് കൂട്ടി, അങ്ങനെ അത് 2 കുല്ലത്ത് എത്തി. അല്ലെങ്കിൽ 2ാം വട്ടം കഴുകുന്നത് പോലെ സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ടതായി, അപ്പോൾ അത് തഹൂറാണ്. അപ്പോൾ നമ്മൾ മുഖം കഴുകി ഒരു വട്ടം മുഖം ഫുള്ളും കഴുകിയതിന് ശേഷം വീണ്ടും മുഖം കഴുകുമ്പോൾ സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമുള്ളൂ. അപ്പോൾ ആ വെള്ളത്തെ പറ്റി മുസ്താമൽ എന്ന് പറയൂല എന്നത് പറഞ്ഞു. ഈ 2 കുല്ലത്ത് വെള്ളം, നമുക്ക് ഹൗദിലുള്ള വെള്ളമൊക്കെ നമ്മൾ മുഖം കഴുകിയാലും വീണ്ടും അതിലേക്ക് തന്നെ വീഴുന്നത് ആ വെള്ളം. മുഖം കഴുകിയ വെള്ളം അതിലേക്ക്, ആദ്യം കഴുകിയ വെള്ളമൊക്കെ അതിലേക്ക് തന്നെയല്ലേ വീഴുക. അപ്പോഴും അതിൽ ആ വെള്ളത്തെ പറ്റി മുസ്താമൽ എന്ന് പറയില്ല. കാരണം എന്താ, ആ വെള്ളം 2 കുല്ലത്തിൽ അധികം ഉണ്ടാവും. വസാലിസ്, മൂന്നാമത്തെ ഇംഫിസാലു അൻ ഒലുവി വലോ ഹുക്കുമൻ, മൂന്നാമത്തെ ഷർത്ത് എന്താ? വെള്ളം കഴുകുന്ന അവയവത്തെ വിട്ടുപിരിയൽ കേട്ടാ. വലോ ഹുക്കുമൻ, ആ വിട്ടുപിരിയൽ തത്വത്തിലാണെങ്കിലും ശരി. അതുകൊണ്ട് താഴെ പറയും, വെള്ളം വിട്ടുപിരിയണം. അവയവത്തെ തൊട്ട് വിട്ടുപിരിഞ്ഞാലാണ് ആ വെള്ളത്തിന് മുസ്താമെന്ന് വീഴുള്ളൂ, എന്താ പേര് പറയുള്ളൂ. അതിനുദാഹരണം അതുപോലെ കാൻ ജാവസ മങ്കിബൽ മുത്തവല്ലി, ഒളു ചെയ്യുന്നവൻ്റെ ചുമലിനെയും വിട്ടെന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആവു റുക്കുബത്തഹു, അല്ലെങ്കിൽ അവൻ്റെ മുട്ടിനെയും വിട്ട് വെള്ളം വിട്ട് കിടക്കുക. ഒളു ചെയ്യുന്നവൻ്റെ ചുമലിനെയോ അല്ലെങ്കിൽ കാൽമുട്ടിനെയോ വെള്ളം വിട്ട് കിടക്കുന്നത് പോലെ. വലാക്കിൻ ലാ യളുറു ഇംഫിസാലു മിനൽ കഫില സായിദി, പക്ഷേ ഇനി കഫിൽ നിന്ന് സായിദിലേക്ക് വിട്ടുകിടക്കൽ പ്രശ്നമില്ല. ഒളു ചെയ്യുന്നവൻ്റെ മുൻകൈയിൽ നിന്നും തണ്ടൻ കൈയിലേക്ക് വെള്ളം വിട്ടുപിരിയൽ കുഴപ്പമില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ കഴുകുന്ന അവയവത്തെ തൊട്ട് വെള്ളം വിട്ടുപിരിഞ്ഞാലാണ് അതിനെപ്പറ്റി എന്ത് പറയുക, മുസ്താമൽ എന്ന് പറയും. ഇപ്പോൾ നമുക്ക് കൈ കഴുകുന്ന സമയത്ത് വെള്ളം നമ്മുടെ കയ്യിലൂടെ വന്നിട്ട് താഴോട്ട് വിട്ടെടുക്കൂലേ, കൈ മുട്ട് വരെ കഴുകണ്ടേ കൈ. അപ്പോൾ നമ്മുടെ ഉള്ളം കൈയിൽ നിന്ന്, മുൻകൈയിൽ നിന്ന് തണ്ടൻ കൈയിലേക്ക് വിട്ടുപിരിഞ്ഞ് അതിനെപ്പറ്റി വിട്ടുപിരിഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് മൊത്തം വിട്ട് നിലത്തിയാടിയാലും അതിനെപ്പറ്റി എന്താ പറയുക, വിട്ടുപിരിഞ്ഞു എന്ന് പറയാൻ കഴിയുള്ളൂ. അത് മുസ്താമൽ എന്ന് പറയുള്ളൂ. വറാബി, നാലാമത്തെ അദമുനിയത്തിൽ ഏത്തിറാഫി, 4 വെള്ളം കോരിയെടുക്കുന്നുവെന്ന് കരുതാതിരിക്കുക. വെള്ളം കോരിയെടുക്കുന്നുവെന്ന് കരുതാതിരിക്കുക. അപ്പോഴും കരുതിയില്ലെങ്കിലും ആ വെള്ളത്തിന് മുസ്താമൽ എന്ന പേര് വീഴും. വ മഹല്ലു നിയത്തിൽ ഏത്തിറാഫി ബിൽ വുളൂഇ ബാദ ഗുസ്ലിൽ വജ്ഹി വഫിൽ ഗുസ്ലി ബാദ നിയത്തിൽ ജുനി. അപ്പോൾ കോരിയെടുക്കുന്നു എന്ന് കരുതേണ്ടത് എപ്പോഴാണ്? വുളൂഇൽ കോരിയെടുക്കുന്നു എന്ന് കരുതേണ്ട സ്ഥലം മുഖം കഴുകിയ ശേഷവും കുളിയിൽ വലിയ അശുദ്ധിക്കാരൻ നിയത്ത് ചെയ്തതിന് ശേഷവുമാണ്. അപ്പോൾ വുളൂ ചെയ്യുന്ന ആൾ ഇപ്പോൾ പാത്രത്തിൽ നിന്ന് കൈയിട്ടിട്ട് മുഖം കഴുകുമ്പോൾ വുളൂ ചെയ്യുന്നു എന്ന് മുഖം കഴുകി പിന്നെ കൈ അതിലേക്ക് മുക്കി എന്ത് പറ്റും, അത് പിന്നെ കൈ അതിലേക്ക് മുക്കാൻ പാടില്ല. പിന്നെ എന്ത് വേണം, ഇത്റാഫിന് നിയത്തില്ലാതെ കോരിയെടുക്കുന്നു എന്ന് കരുതേണ്ടതാണ്.
വുളുവിൽ കോരിയെടുക്കുന്നെന്ന് കരുതേണ്ട സ്ഥലം മുഖം കഴുകിയ ശേഷവും കുളിയിൽ വലിയ അശുദ്ധിക്കാരൻ നിയത്ത് ചെയ്തതിന് ശേഷവുമാണ്. നിയത്ത് ചെയ്തതിന് ശേഷം പോയിട്ട് കൈ ബക്കറ്റിലേക്ക് മുക്കിയാൽ, കോരിയെടുക്കുന്നുവെന്ന് നിയത്തില്ലാതെ ചെറിയ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് കൈ മുക്കിയാൽ ആ വെള്ളം എന്താകും? ഉപയോഗിക്കപ്പെട്ട വെള്ളമാകും. ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പല വാദഖലൽ മുത്തഹിർ യദഹുബിൽ മായിൽ ഖലീൽ ബി ഒരു നിയത്തിൽ ഇത്രാഫി സാറൽ മാ മുസ്ത. കണ്ട, അപ്പോൾ ശുദ്ധീകരിക്കുന്ന ഒരാൾ കുറഞ്ഞ വെള്ളത്തിൽ കോരിയെടുക്കുന്നു എന്ന് കരുതാതെ അവൻ്റെ കൈ പ്രവേശിപ്പിച്ചാൽ ആ വെള്ളം ഉപയോഗിക്കപ്പെട്ടതാകും. ഇനി നമുക്ക് ചില വാക്കുകൾ നോക്കാം. മങ്കിബ് എന്ന് വെച്ചാൽ ചുമലാണ്, ചുമൽ. റുക്കുബത്ത് കാൽമുട്ടാണ് കേട്ടോ. ഇത്രാഫ് എന്ന് വെച്ചാൽ കോരിയെടുക്കുക, മുക്കിയെടുക്കുക. ചോദ്യങ്ങൾ: വെള്ളം ഫർദിൽ ഉപയോഗിക്കപ്പെട്ട തന്നെ എന്ന് സ്ഥിരപ്പെടാൻ എത്ര ഷർത്തുകളുണ്ട്? നേരത്തെ പറഞ്ഞ്. സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം മുസ്താമലാകുമോ? 3 തത്വത്തിൽ അവയവത്തെ വേർപിരിഞ്ഞ വെള്ളത്തിൻ്റെ ഉദാഹരണം. 4 മുൻകൈയിൽ നിന്ന് തണ്ടൻ കൈയിലേക്ക് വേർപിരിഞ്ഞ വെള്ളത്തിൻ്റെ വിധി. കോരിയെടുക്കുന്നു എന്ന് എപ്പോഴാണ് കരുതേണ്ടത്? കഴിഞ്ഞ് അടുത്ത ഭാഗം വൽ മുസ്താമൽ, ആ ഹെഡിങ്ങിൽ തന്നെ പറയാൻ പോകുന്നതാണ്. ആ ഹെഡിങ്ങിൻ്റെ ഇനി അവസാനത്തെ ഭാഗം. വൽ മുസ്താമൽ യുഖദ്ദറു താഹിറൻ മുഖാലിഫൻ ലിൽ മായി ഫി സിഫാത്തി ഇദാ വഖാ ഫിൽ മായിൽ ഖലീലി ഫൻ ഗയ്യറഹു ബിആദ തഖ്ദീരി ദർറ വഇല്ല ഫല. അപ്പോൾ ഉപയോഗിക്കപ്പെട്ട വെള്ളം കുറഞ്ഞ വെള്ളത്തിൽ വീണാൽ അതിനെ വിശേഷണത്തിൽ വെള്ളത്തിനോട് എതിരായ കലരുന്ന ശുദ്ധമായൊരു വസ്തുവായി സങ്കല്പിക്കപ്പെടും. ഈ കണക്കാക്കൽ കൊണ്ട് അത് ആ കുറഞ്ഞ വെള്ളത്തെ പകർച്ചയാക്കിയാൽ അത് കുഴപ്പമാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തെ അത് ശുദ്ധിയുള്ളതായിട്ട് കണക്കാക്കപ്പെടും, ശുദ്ധിയുള്ള ഒരു വസ്തുവായിട്ട്. മുഖാലിത്തൻ അല്ലേ, കലരുന്നതായ. മുഖാലിഫൻ ലിൽവാഇ ഫി സിഫാത്തിഹി, വെള്ളത്തിൻ്റെ വിശേഷത്തിൽ വെള്ളത്തിനോട് എതിരായ ഒരു കലരുന്ന ശുദ്ധിയുള്ള വസ്തുവായിട്ട് നമ്മൾ സങ്കല്പിക്കും. അങ്ങനെ അത് വെള്ളത്തിൽ വീണാൽ, കുറഞ്ഞ വെള്ളത്തിൽ വീണാൽ എങ്ങനെയാണ്? അത് വെള്ളത്തെ പകർച്ചയാക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. വയില്ല, അങ്ങനെ അല്ലെങ്കിൽ ഫല, അത് ബുദ്ധിമുട്ടില്ല. അപ്പോൾ നാം പറഞ്ഞ ഉപയോഗിക്കപ്പെട്ട വെള്ളം, നമ്മൾ നേരത്തെ പറഞ്ഞ സംരക്ഷിക്കൽ സൗകര്യമായ വസ്തുക്കൾ അല്ലെ, മഷി പോലെയൊക്കെ പറഞ്ഞില്ലേ, അതിനോട് തുല്യമാക്കിയിട്ട് അതാണ് വെള്ളത്തിൽ വീണതെങ്കിൽ വെള്ളം പകർച്ചയാകുമോ? അങ്ങനെയാണെങ്കിൽ അത് കുറഞ്ഞ വെള്ളത്തിലേക്ക് വീണപ്പോൾ ആ കുറഞ്ഞ വെള്ളം പകർച്ചയാണെന്ന് പറയാം, അല്ലെങ്കിൽ അത് പകർച്ചയില്ല, കുഴപ്പമില്ല എന്നാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.